വേർപിരിയൽ. അവസാനത്തെ പരീക്ഷ എഴുതി ക്ലാസ്സിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ ഹരിസാർ എന്നെ കാത്ത് പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു. സാറിൻ്റെ കയ്യിലൊരു ബാഗുമുണ്ടായിരുന്നു. സാറെന്താ ബാഗൊക്കെ ആയിട്ട് എവിടെയെങ്കിലും പോകുവാണോ? അല്ല, ഈ ബാഗ് നിനക്കുള്ളതാ. ഇതിൽ കുറച്ച് പുസ്തകങ്ങളാണ് എൻ്റെ ശേഖരത്തിൽ നിന്നുള്ളത്. ഇന്ന് പരീക്ഷ തീരുവല്ലേ, നിനക്ക് ലൈബ്രറിയിലേക്ക് വരാൻ പറ്റിയില്ലെങ്കിലോ എന്നോർത്താണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അത്ഭുതം തോന്നി. ജീവൻ പോയാലും ആർക്കും പുസ്തകങ്ങൾ കൊടുക്കാത്ത സാർ ഒരു ബാഗ് നിറയെ പുസ്തകങ്ങൾ എനിക്ക് തന്നിരിക്കുന്നു. സങ്കടമോ സന്തോഷമോ എന്നറിയാത്ത എന്തോ ഒന്ന് ഉള്ളിൽ നിറഞ്ഞു. ഞാൻ ഇന്ന് പോകില്ല, 2 ദിവസം കൂടി ഹോസ്റ്റലിലുണ്ടാകും. സാർ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ഫോൺ ഉപയോഗിക്കാറില്ല, എങ്കിലും വിളിച്ചാൽ കിട്ടുന്ന നമ്പർ ബാഗിനുള്ളിൽ ഒരു ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. ഇടയ്ക്ക് വിളിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സാർ നടന്നകന്നു. ഈ ലോകവുമായി ഒരു ബന്ധവും നിലനിർത്താൻ ആഗ്രഹിക്കാത്ത മനുഷ്യൻ നമ്പർ തന്നിരിക്കുന്നു. വീണ്ടും വിളിക്കണമെന്ന് പറയുന്നു. സന്തോഷമടക്കാനായില്ല. സാർ പോയപ്പോൾ അഗുവും റോബിയും വിദ്യയും റോഷനും റൂബിയും അടുത്തേക്ക് വന്നു. കോളേജിലെ ഞങ്ങളുടെ അവസാന ദിവസമായിരുന്നതിനാൽ അതിൻ്റെ കനം ഞങ്ങളുടെ ഹൃദയത്തിലും തൊണ്ടയിലും കെട്ടിക്കിടന്നിരുന്നു. അങ്ങേയറ്റം വേദനയോടെ കെട്ടിപ്പിടിച്ചു. അതീവ പ്രണയബദ്ധരായ റോഷനും റൂബിയും കൈകോർത്ത് പിടിച്ച് നടന്നകന്നു. വിദ്യ എൻ്റെ നാട്ടുകാരിയായതുകൊണ്ടും അവളെ കാണാനുള്ള സാധ്യത മുന്നിലുണ്ടായിരുന്നതുകൊണ്ടും പിരിയുന്നതായി എനിക്ക് തോന്നിയില്ല. റോബി എന്നെ നോക്കിക്കൊണ്ട് പ്രതീക്ഷ കൈവിടാതെ പറഞ്ഞു, പോട്ടെ. കണ്ണു നിറഞ്ഞു. എപ്പോഴൊക്കെയോ അവനെ പ്രണയിച്ചിരുന്നു എന്ന് അവനോട് പറയണമായിരുന്നു, പക്ഷേ പറഞ്ഞില്ല. എന്തോ തൊണ്ടയിൽ കെട്ടിക്കിടന്നു. യാത്ര പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. വിദ്യ ദേഷ്യത്തോടെ നോക്കുക മാത്രം ചെയ്തിട്ട് അവനോടൊപ്പം പോയി. അവർ പോയപ്പോൾ അബു എന്നോട് ചോദിച്ചു, നിനക്കെങ്ങനെയാണ് അവൻ്റെ സ്നേഹം കണ്ടില്ലെന്ന് വയ്ക്കാൻ പറ്റുന്നത്? ഒറ്റപ്പെടലും സങ്കടവും ഇഴചേർന്ന് കിടക്കുന്ന ആ മാനസികാവസ്ഥയിൽ ഞാൻ അവനോട് പറഞ്ഞു, അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, നീ. അവൻ അവിശ്വസനീയതയോടെ നോക്കി. ആദ്യമായി നീ എൻ്റെ കൈവിരലുകളിൽ കോർത്തു പിടിച്ച ദിവസം മുതൽ അതെന്നും ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. നിന്നോടൊത്തുള്ള ഓരോ നിമിഷവും ഞാൻ മതിമറന്ന് ആനന്ദിച്ചു. റോബിയെ ഞാൻ പ്രണയിച്ചാൽ നിന്നെ നഷ്ടമാകുമോ എന്ന് എപ്പോഴൊക്കെയോ ഭയന്നു. എനിക്ക് നീ കൂടെ വേണമായിരുന്നടാ. കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ ഹൃദയമിടിപ്പിൻ്റെ വേഗത കൂടുന്നത് അറിയുന്നുണ്ടായിരുന്നു. അവൻ എൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ക്ഷമിക്കടി, എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. വിരലുകളിൽ അമർത്തി ചുംബിച്ചിട്ട് നിറഞ്ഞ കണ്ണുകളോടെ അവന് ഒന്നും മിണ്ടാതെ അടുത്തു നിന്നും പോയി. കാഴ്ചയിൽ നിന്നും മറയുന്നതുവരെ അവനെ നോക്കി നിന്നു. ഉറക്കെ കരയാൻ തോന്നി. സ്നേഹിക്കുന്നവർ അകലുന്നത് അത്രയും വേദന നിറച്ചു. വിടുതൽ രോഗം ബാധിച്ച മദ്യപാനിയെപ്പോലെ ഞാൻ പടഞ്ഞു. അവസാനത്തെ ആളും പിരിഞ്ഞുപോയ കടൽ തീരം പോലെ പൊള്ളിക്കിടന്നു. അന്ന് രാത്രി ഉറക്കമേ വന്നില്ല. കോളേജും ഹോസ്റ്റലും അവിടുത്തെ 3 വർഷത്തെ ജീവിതവും എന്നിൽ നിറഞ്ഞു. മുറിയും ചുമരുകളും നോക്കി കിടന്നു. തീ ആളുന്ന പോലുള്ള വേദനകളും സങ്കടങ്ങളും രഹസ്യങ്ങളും ഏറ്റുവാങ്ങിയ മുറി, ഉറക്കത്തിൻ്റെ ആഴമറിയാവുന്ന കട്ടിൽ, ഓർമ്മകളിൽ എന്നും വന്നുമുട്ടാറുള്ള അന്നയും മനുവും നാൻസി സിസ്റ്ററും ഡെൽനയും, അവർ എനിക്ക് തന്നിട്ട് പോയ അവരുടെ ഹൃദയം, സോണിയുടെ കുസൃതിയും സ്നേഹവും, ബൊഗെയിൻ വില്ല ചെടികൾക്ക് താഴെയുള്ള വായനാലോകം, എനിക്ക് മാത്രം കിട്ടാറുള്ള ചില മണങ്ങൾ, ക്ലാസ് റൂം, അവിടുത്തെ കൂട്ടുകാർ, പ്രണയമെന്നോ സൗഹൃദമെന്നോ നിർവചിക്കാനാവാത്ത അഗു, ജീവന് തുല്യം സ്നേഹിച്ച റോബി, ലൈബ്രറിയിലെ ജനാലകൾക്ക് പുറത്തെ കാഴ്ചകൾ, ഇടയ്ക്കിടെ വന്നു പോകാറുള്ള നാഗമോഹനും പിന്നെ പേരറിയാത്ത പക്ഷികളും, ഹരിസാർ, ഞങ്ങളുടെ വിചിത്രമായ ആത്മബന്ധം, ലൈബ്രറിയിലെ ഇനിയും വായിച്ചു തീർക്കാത്ത നിരവധിയായ പുസ്തകങ്ങളെക്കുറിച്ച് ഓർത്തപ്പോൾ സങ്കടം ഇരട്ടിച്ചു. അപ്പോഴാണ് ഹരിസാർ തന്ന പുസ്തകങ്ങളെക്കുറിച്ച് ഓർത്തത്. ബാഗ് തുറന്നു. അതിൽ 20ഓളം പുസ്തകങ്ങളുണ്ടായിരുന്നു. അതിൽ നിന്നും ഹെർമൻ ഹെസ്സയുടെ സിദ്ധാർത്ഥ എന്ന പുസ്തകം പുറത്തെടുത്ത് വായിക്കാൻ തുടങ്ങി. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഞാൻ ആ പുസ്തകം വായിച്ചു. അവനവൻ തന്നെയാണ് ശരിയും തെറ്റുമെന്നും സംഘർഷങ്ങളും ശാന്തിയും ഉടലെടുക്കുന്നത് സ്വന്തം മനസ്സുകളിൽ തന്നെയാണെന്നും വെളിച്ചവും ഇരുട്ടും നമ്മൾ തന്നെയാണെന്നും ഒരു ബുദ്ധഭിക്ഷുവിലൂടെ പറയുന്ന ആ പുസ്തകം ഏറെ ആകർഷിച്ചു. ഉറക്കം വരാതെ ഓരോന്ന് ആലോചിച്ച് ഞാൻ കിടന്നു. പിന്നീട് അവിടെ ചിലവഴിച്ച 2 ദിവസവും പകൽ നേരങ്ങളിൽ ക്യാമ്പസിലും വാഗമരച്ചൂട്ടിലും അക്കേഷ്യ മരച്ചൂട്ടിലുമൊക്കെ ചുറ്റി നടന്നു. ഹോസ്റ്റലിലെ ഓരോരുത്തരായി യാത്ര പറഞ്ഞുകൊണ്ടിരുന്നു. രാത്രി നേരങ്ങളിൽ ഇരിക്കാറുള്ള
ഹോസ്റ്റലിലെ ഓരോ ഇടങ്ങളിലും സങ്കടത്തോടെ ഓർമ്മകളെ വാരിപ്പിടിച്ചുകൊണ്ട് ഞാനിരുന്നു. ആ രാത്രി നേരം പുലർന്നപ്പോൾ ചാപ്പലിലെ അൾത്താരയ്ക്ക് മുന്നിൽ ചെന്ന് നിന്ന് അവിടുത്തെ കുരിശുരൂപത്തെ നോക്കി ഞാൻ യാത്ര പറഞ്ഞു. ദൈവമേ, ഞാൻ ഏറ്റവും കൂടുതൽ കലഹിച്ചത് നിന്നോടാണല്ലോ. ചോദ്യങ്ങൾക്കൊന്നും നിന്റെ കയ്യിൽ ഒരിക്കലും ഉത്തരമുണ്ടാകില്ലെന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ നിസ്സഹായതയോർത്ത് ഞാൻ വേദനിക്കുന്നു. ഒരിക്കലും കണ്ടുമുട്ടാൻ സാധ്യതയില്ലാത്ത രണ്ടിടങ്ങളിലിരുന്ന് എനിക്കിനിയും നിന്നോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വന്നേക്കാം. അപ്പോഴും അറിയുക, സംശയത്തോടെ ആണെങ്കിലും ഞാൻ നിന്നെ പിന്തുടരുന്നുണ്ടെന്ന്. യാത്ര പറയുമ്പോൾ ഹോസ്റ്റലിൽ കർത്താവിൻ്റെ മാലാഖമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയം അവരുടെ മനസ്സിൽ എന്തായിരുന്നു എന്നറിയില്ല. എങ്കിലും അവർ ചിരിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ച് യാത്രയാക്കി. കോളേജിന് മുന്നിൽ കണ്ണുനീരോടെ കുറേ നേരം നിന്നു. എന്നെ ഞാനാക്കിയ ആ കോളേജിൽ നിന്നും ഹോസ്റ്റലിൽ നിന്നും എന്നേക്കുമായി വിട പറഞ്ഞു. വീട്ടിലെത്തിയപ്പോൾ ആകെ തകർന്നിരുന്നു. ആരോടുമൊന്നും മിണ്ടാനോ വിശേഷങ്ങൾ പറയാനോ ഉള്ള മാനസികാവസ്ഥ അല്ലായിരുന്നു. അന്ന് രാത്രി കുട്ടിയമ്മയുടെ മടിയിൽ കിടന്നുകൊണ്ട് അവരറിയാതെ കരഞ്ഞു. കോളേജിലെ എല്ലാവരെയും ഓർമ്മ വന്നു. അപ്പോഴാണ് ഹരിസാറിൻ്റെ നമ്പർ ഡയറിയിൽ കുറിച്ചിട്ടിട്ടുണ്ടെന്ന് സാർ പറഞ്ഞത് ഓർമ്മയിലേക്ക് വന്നത്. ഞാൻ വേഗം സാർ തന്ന ബാഗിൽ നിന്ന് നീല പുറഞ്ചട്ടയുള്ള ആ ചെറിയ ഡയറി പുറത്തെടുത്തു. അതിലെ ആദ്യ പേജ് വായിച്ചപ്പോൾ ഞെട്ടി. കരൾ പങ്കിടാൻ വയ്യൻ്റെ പ്രണയമേ, പകുതിയും കൊണ്ടുപോയി ലഹരിയുടെ പക്ഷികൾ എന്ന അയ്യപ്പൻ്റെ വരികളും അതിന് താഴെ സാറിൻ്റെ ഫോൺ നമ്പറും. സങ്കടം കടലുപോലെ ഇരമ്പി. പിറ്റേ ദിവസം തന്നെ സാറിനെ വിളിച്ചെങ്കിലും കിട്ടിയില്ല. പലതവണ ശ്രമിച്ചിട്ടും സാറിനോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. മാസങ്ങളോളം ശ്രമിച്ചപ്പോൾ ഒരു തവണ സാറിനെ കിട്ടി. വിളിച്ചിട്ട് കിട്ടാത്തതിൻ്റെ പരിഭവം പറഞ്ഞപ്പോൾ സാർ ഇല്ലായിരുന്നു എന്നായിരുന്നു മറുപടി. ഏറെ നേരം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു. പിന്നീട് വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതെയായി. മാസങ്ങൾക്ക് ശേഷമായിരിക്കും സാറിനോട് സംസാരിക്കാൻ പറ്റുന്നത്. അത് പിന്നീടും ആവർത്തിച്ചു കൊണ്ടിരുന്നു. പിന്നെ സാറിനെ ഒട്ടും കിട്ടാതെയായി. സാറിനെപ്പറ്റി ഒരറിവുമില്ലാതെയായി. മനസ്സ് വല്ലാതെ പിടഞ്ഞു. പോകെ തുടർ പഠനങ്ങളിലും ജീവിത പ്രശ്നങ്ങളിലും പെട്ട് സാർ ഓർമ്മകളുടെ ഏതോ ഒരു കോണിൽ മൂടിക്കിടന്നു. കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു കവിയായി അറിയപ്പെട്ടതിന് ശേഷം ഒരു ദിവസം എൻ്റെ കോളേജിലെ ഉദ്ഘാടനം ചെയ്യാൻ അതിഥിയായി എത്തി. കോളേജും പരിസരവുമാകെ മാറിയിരുന്നു. അവിടുത്തെ ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ ഓർമ്മകൾ വരിഞ്ഞു മുറുക്കി. ക്ലാസ് മുറികളിലും പ്രിയപ്പെട്ട ഇടങ്ങളിലുമൊക്കെ എൻ്റെ ഓർമ്മകളെയും കെട്ടിപ്പിടിച്ചിരുന്നു. ലൈബ്രറിയിലെത്തിയപ്പോൾ ഹരിസാറുമായി ചെലവഴിച്ച നിമിഷങ്ങൾ നനുത്ത കാറ്റുപോലെ തഴുകി. ഒരു അധ്യാപകനോട് സാറിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ സാർ മരിച്ചിട്ട് 5 വർഷം പിന്നിട്ടെന്നും കരളിന് അർബുദം ബാധിച്ചതാണ് മരണകാരണമെന്നും അറിയാൻ കഴിഞ്ഞു. ആ വാർത്ത തകർത്തു കളഞ്ഞു. പിന്നീട് അവിടെ നിന്ന് ഓരോ നിമിഷവും അത്ര കഠിനമായിരുന്നു. കണ്ണുനീരൊളിപ്പിക്കാൻ പാടുപെട്ടു. ലൈബ്രറിയിൽ ഞാനും സാറും ഇരിക്കാറുള്ള ഇടങ്ങളിൽ സാറിൻ്റെ ഓർമ്മകളും പേറി കുറേ നേരം ഇരുന്നു. അവസാനമായി സാറിനോട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞ വാക്കുകൾ ചെവിയിൽ വീണ്ടും കേട്ടതുപോലെ തോന്നി. രമ്യ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്.